സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വീണ്ടും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. CITU നൽകിയ കത്ത് പരിഗണിച്ചാണ് നീക്കം. 12 വർഷം മുമ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ കരാർ നിയമനം ലഭിച്ചവരെയാണ് സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ, ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് അയച്ച കത്ത് 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ 12 വർഷം പൂർത്തിയാക്കിയ കരാർ ജീവനക്കാരെയാണ് സ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നത്. 2012-ൽ പഞ്ചായത്തുകളിലെ ഗവേണൻസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും സാങ്കേതിക സഹായം നൽകുന്നതിനുമാണ് കരാർ അടിസ്ഥാനത്തിൽ ഇവരെ നിയമിച്ചത്. ഈ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരെ സ്ഥിരപ്പെടുത്താനാണ് നീക്കം. അഭിപ്രായവും റിപ്പോർട്ടും തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ, ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് കത്തയച്ചു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് കത്തയച്ചത്. കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി, CITU സംസ്ഥാന കമ്മിറ്റി വഴി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നു. പത്തു വർഷം പൂർത്തിയാക്കിയ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നത് സർക്കാർ നയമാണെന്നും കത്തിലുണ്ട്. സർക്കാരിന്റെ അവസാന കാലമായതിനാൽ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് അനൌദ്യോഗികമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ ദിവസം 122 പേരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ സമാനമായി സ്ഥിരപ്പെടുത്തിയിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.